എൻ്റെ ബ്രൈഡ് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് ഇന്നിവിടെ നിന്നാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഇന്ന് റുഷ്താൻ്റെ ഐ മേക്കപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കാണുന്നത്. എല്ലാവരുടെ ഐ മേക്കപ്പിലും നമ്മൾ കളർ കറക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബ്രൈഡിൻ്റെ ഫേസിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ട ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫെയർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണത് കേട്ടോ. അതിൻ്റെ മേലെ ബോർഡർ സെറ്റ് ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് കൺസീലർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഫെയർ ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുത്താലും മതി. പക്ഷേ ക്രാക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. റുഷ്ത എന്നോട് മേക്കപ്പിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊന്നും എന്നോട് ചോദിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫുൾ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റുഷ്ത വെഡ്ഡിങ്ങിൻ്റെ ഒരാഴ്ച മുന്നേ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റുഷ്ത ചൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് മാതമ്പട്ടി മോഡലാട്ടോ. അതുകൊണ്ട് തന്നെ റുഷ്താൻ്റെ ഫേസിന് അത് ഭയങ്കര വലുതായിരുന്നു. ഹെഡും ടൈലും രണ്ടും ഒരേ വലുപ്പമായിരുന്നു കേട്ടോ. അതുകൊണ്ട് റുഷ്താക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഒരു ചൂട്ടിയായിരുന്നു ഞാൻ റുഷ്താക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ഫേസിൽ കളർ കറക്ഷൻ കൂടുതൽ ചെയ്യുന്നതിനേക്കാളും 1 ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള കൺസീലർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മാർക്കും കാര്യങ്ങളൊക്കെ കവർ ചെയ്യണതാട്ടോ ഏറ്റവും നല്ല. പ്രോബ്ലമാറ്റിക് സ്കിന്നൊക്കെ ഉള്ളവർക്ക് നമ്മൾ കളർ കറക്ഷൻ ചെയ്യേണ്ട വേണം. പക്ഷേ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്ത് അതൊക്കെ കവർ ചെയ്യണതാണ് നല്ലത്. നമ്മൾ പഠിച്ചത് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും അവരുടെ സ്കിന്നിന് എങ്ങനെയാണ് വേണ്ടത് അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബ്രൈഡ്സിനും നമുക്ക് നല്ലത് കേട്ടോ. ഈ ബ്രൈഡൽ മേക്കപ്പിൽ ഏറ്റവും കഷ്ടമുള്ളൊരു പാർട്ടാണ് ലിപ്സ്റ്റിക് ഇടലിട്ടാ. പക്ഷേ റുഷ്താൻ്റെ നല്ല ഷേപ്പുള്ള ലിപ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് തന്നെ. ബ്രൈഡ്സിൻ്റെ ഐബ്രോ ഞാൻ കാര്യമായിട്ട് ഡാർക്ക് ആക്കലില്ല. എനിക്കൊരു നാച്ചുറൽ ലുക്ക് പോണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റുഷ്താൻ്റെ ഫൈനൽ ലുക്ക് കാണാം കേട്ടോ. എൻ്റെ മേക്കപ്പിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ട്, അഥവാ ഇന്ന് എടുത്ത വീഡിയോ കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ അസ്മിയുടെ ടൗൺ പോവാണ്. ഞങ്ങൾ അങ്ങാടിയിലെ അടിപൊളി ബ്ലോക്കിൽ നിൽക്കുകയാണ്. അസ്മിൻ്റെ താത്ത പ്രഗ്നൻ്റ് കേട്ടോ. അപ്പോൾ മോം ട്യൂബിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. പിന്നെ എനിക്ക് ടൗണിൽ പോകാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ടോസ്റ്റ് കഫേക്ക് വന്നാണ് ഗൈസ്. ടോസ്റ്റ് കഫേ ഇല്ല അവിടെ. എന്താ അവിടെ പണി നടക്കുകയാണ്. രണ്ടുപേരും അസ്മിന്റെ താത്താക്ക് ഡ്രസ്സ് എടുക്കാൻ വന്ന് കേട്ടാ. അസ്മിന്റെ താത്താനെ മുതലാക്കാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വന്നാണ് ഗൈസ്. ഞങ്ങൾ വരുന്ന ഷോപ്പ് ക്ലോസ് ആണ്. അവിടെ എന്തോ മെയിൻറ്റെയിൻ പണികളൊക്കെ നടക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് കേട്ടാൻ നിൽക്കണം, കേക്ക് വേൾഡ്. പക്ഷെ ഫുഡ് നല്ലതാണോ എന്നൊന്നും അറിയില്ല. നല്ലതായാൽ മതിയായിരുന്നു. ഓർഡറൊക്കെ ചെയ്തിട്ടുണ്ട്. അസ്മി ലിപ്സ്റ്റിക് ഇടാതെ സങ്കടത്തിലിരിക്കുകയാണ് ഗൈസ്. ലിപ്സ്റ്റിക് ഇട്ട് പോയി. നീ ഒരു ഗൾഫുകാരിയാണ്. അവളുടെ ഗൾഫിലത്തെ ബാഗ് കൊണ്ടുവരാണ്ട് പഴയ ബാഗാണ് കൊണ്ടുവരുന്നത്. നമുക്ക് അതിൽ എന്തൊക്കെ ഉണ്ട് നോക്കാം. ഇത് പൈസ കാർഡൊക്കെ സൂക്ഷിക്കുന്നൊരു സാധനം. ഇതിനെന്താ പറയാ? ക്ലച്ച് അല്ലല്ലോ അത്. അസ്മിന്റെ ഫോണ്. നീ വണ്ടി തന്നെ വെച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഒന്നും കൊണ്ടുവരില്ല. നമ്മള് വണ്ടിന്റെ കീ നോക്കാൻ പോയിക്കണം. കൊറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യണത് അവരുടെ കാണാനില്ല. ഇതിന്റെ മേലെ നോക്കാം ആകാശം. ചേട്ടാ ഞങ്ങൾ പറഞ്ഞത് ഒരു കൊണ്ടുവന്നിട്ടാ.
നമുക്ക് അതൊരു ഫ്രഷ് ടേസ്റ്റ് വാങ്ങാനുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ബിസ്മിക്ക് അമ്മ കാണുമ്പോഴായിരിക്കും ഞാൻ എവിടേക്കൊക്കെ പോകണ്ടെന്ന് അറിയാം. എങ്ങനെ ഞങ്ങൾ ബിസ്മയിലേക്ക് വന്ന് കേട്ടാ ഇങ്ങോട്ട് ബിസ്മിക്ക് വന്ന് കേട്ടാ. ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഒന്നമത്താണ്ട് വർത്താനം പറഞ്ഞു തന്നു. പിന്നെ എന്താ ഇളകാത്തല്ല മേലേക്ക് പോവാത്തതെന്ന് ഞങ്ങൾ പിന്നെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങള് ഒന്നും അമത്തിയിട്ടില്ലാന്ന് കണ്ടത്. ഞങ്ങൾ അങ്ങനെ ബിസ്മിയിലേക്ക് വന്ന് കിടക്കി. ഞാൻ ആദ്യമായിട്ട് ബിസ്മിക്ക് വരുന്നത്. ഞാൻ ബിസ്മിക്ക് നീ കല്യാണക്ക് പോവാന്ന് വിചാരിച്ചു. അതുന് ഏതറിയാം പേസ്റ്റ് വേണ്ടി? മീമി. അതൊരു മീമി വേണ്ടി. ഞാൻ മീമിന്റെ പേസ്റ്റ് ആണ് യൂസ് ചെയ്തത്. കോൾഗേറ്റ് ആണുള്ളത്. ഞാൻ അവനിക്ക് ഓൺലൈനിലും വാങ്ങല്, മീഷോയിലൊക്കെ എന്താ നെയ്ക്കയിലൊക്കെ. അതുന് പെപ്സോഡൻ വെച്ച് പല്ല് തേക്കട്ടെ ഗൈസ്. അസ്മിക്ക് ഇവിടെ വന്നപ്പോ കൊറേ സാധനങ്ങൾ വാങ്ങാണ്ട് അത്ര. അപ്പൊ അസ്മി നോക്കണം. ബാക്കില് സോങ് കേൾക്കുന്നുണ്ടല്ലേ, ഇങ്ങോട്ട് വല്ലാണ്ട് ആകർഷിക്കുന്നുണ്ട്. പക്ഷേ വാങ്ങില്ല. ഡയറ്റാണ് ഞാൻ. ഈ ബ്രഷ് നല്ല ബ്രഷാട്ടോ. ഇത് നല്ല ബ്രഷ് ഞാൻ യൂസ് ചെയ്യലുണ്ട്. ബ്രഷ് മീൻസ് മേക്കപ്പിന് യൂസ് ചെയ്യുന്ന ബ്രഷ് ആട്ടോ ഞാൻ പറഞ്ഞത്. നല്ല ബ്രഷ്, നല്ല ബ്രാൻഡാ. ഞാനിത് നെയ്ക്കിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കോളൂ. നല്ല ബ്രഷാണ്. പക്ഷെ ഇതിന്റെ പിടിയില്ലേ, ഈ സാധനം ഒരു ഊരി വരുന്നുണ്ട് കേട്ടോ. ലൂസ് ആവുന്നുണ്ട്. നീ എനിക്കിത് വാങ്ങി തന്നിട്ടുണ്ട് സ്മീ. നീ എനിക്കിത് വാങ്ങിത്തരും. നീ മേടിച്ചു തന്നാൽ മതി. അടുത്ത് ഞാൻ എനിക്ക് തരാം. ഞാൻ വാങ്ങില്ല. ഞാൻ ഷുഗർ കട്ടില്ല. ഞാൻ ഷുഗർ കട്ടില്ല. ടേസ്റ്റ് ഉണ്ടാവും? അത് പിണ്ണാക്ക് പോലെ ഉണ്ടാവും. പ്രോട്ടീൻ കിട്ടും. ബ്ലൂബെറി മധുരം ഉണ്ടാവും അത്? ഹനാൻഷ കഴിക്കുക. ഒന്നെടുക്ക്. ഹനാൻഷ കഴിച്ച് നമുക്ക് എന്താ കഴിക്കാൻ പറ്റില്ലേ? അല്ല, ഹനാൻഷ ഗൾഫിൽ നിന്ന് വരുന്ന പ്രോട്ടീൻ ബാർ. ഞാനൊരു പേസ്റ്റ് വാങ്ങാൻ വന്ന, എന്നിട്ട് പകുതി കൂടുതൽ ബില്ല് അസ്മിൻ്റെ കേട്ടോ. അസ്മിയാണ് കുറേ സാധനങ്ങൾ വാങ്ങിയത്. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. പേസ്റ്റ് വാങ്ങാൻ നമ്മൾ വന്നത്. എന്നിട്ട് ഇത്രയും സാധനങ്ങൾ മാറ്റി ഇട്ടിട്ട് പോവാണ് ഗൈസ്. ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഞാൻ പിടിക്കാം. ചേട്ടന്മാരാരെങ്കിലും ഹെൽപ്പ് ചെയ്യും ഒരുമിട്ട് വെക്കാൻ? ഒരു ഏട്ടൻ നോക്കി വീഡിയോ എടുത്തോ. നല്ല വെയിലുണ്ട്. ഞങ്ങൾ ചിക്കനെ പെട്ടിരിക്കുകയാണ്. എടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ നേരെ അസ്മി വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ അവൾ പോയി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.